1988 സെപ്റ്റംബർ 14 അരിസോണയിലെ പ്രസ്കോട്ട് എന്ന സിറ്റിയിൽ വെച്ച് 19 വയസ്സുള്ള പമീല പിറ്റ്സ് എന്ന പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. 29 വർഷം നീണ്ടുനിന്ന കേസന്വേഷണത്തിനൊടുവിൽ കില്ലർ അറസ്റ്റ് ചെയ്യപ്പെടുകയും താനാണ് കൊലപാതകം നടത്തിയത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കേസിലുണ്ടായ ട്വിസ്റ്റ് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കുകയും നിരാശരാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്തായിരുന്നു പമീല പിറ്റ്സിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളെ കൊലപ്പെടുത്തിയ കില്ലർ ആരായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ജൂൺ 25 മിഷിഗണിലെ ഫോർസൈറ്റ് ടൗൺഷിപ്പിലാണ് പമീല പിറ്റ്സ് ജനിച്ചത്. പമീലയുടെ അച്ഛൻ പോൾ പിറ്റ്സ് ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ കരോൾ ഹൗസ് വൈഫും. അവൾ ജനിച്ചതിനു ശേഷം പോളിനും കരോളിനും മറ്റു 3 കുട്ടികൾ കൂടി ജനിച്ചു. പോൾ സർവീസിൽ നിന്നും റിട്ടയർ ആവുന്നതുവരെ അവർ മിഷിഗണിലെ നേവൽ ബേസിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് കുടുംബം അരിസോണയിലെ പ്രസ്കോട്ട് എന്ന സിറ്റിയിലേക്ക് മാറിയതും അവിടെ സ്ഥിരതാമസമാക്കിയതും. എല്ലാവരോടും ഫ്രണ്ട്ലിയായി ഇടപഴകിയിരുന്ന പമീലയ്ക്ക് ഫ്രണ്ട്സിനിടയിൽ ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ഡാർക്ക് ഏഞ്ചൽ. 19 വയസ്സിൽ തന്നെ പമീല പാരൻസിനോടൊപ്പമുള്ള താമസം അവസാനിപ്പിച്ച് ഫ്രണ്ട്സിനോടൊപ്പം ഒരു വീട് റെന്റിനെടുത്ത് താമസിക്കാൻ തുടങ്ങി. ഷെല്ലി, ജെറിമി എന്നിവരായിരുന്നു പമീലയുടെ റൂംമേറ്റ്സ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൾ ബോബി എന്നൊരാളുമായി ഡേറ്റിംഗും ആരംഭിച്ചു. പമീലയ്ക്ക് ഭാവിയെക്കുറിച്ച് വലിയ പദ്ധതികളും ആഗ്രഹങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. കോളേജ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ ആരംഭിക്കണമെന്നതായിരുന്നു അവളുടെ പ്രധാന ആഗ്രഹങ്ങളിലൊന്ന്. അതിനു മുന്നോടിയായി കുറച്ച് പണം സ്വരൂപിക്കുന്നതിനു വേണ്ടി പമീല ഒരു റെസ്റ്റോറൻറ്റിൽ അക്കൗണ്ടന്റായി ജോലിക്ക് കയറി. വളരെ പെട്ടെന്ന് തന്നെ അവൾ അവിടെയുള്ള ജീവനക്കാരുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുകയും നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 1988 സെപ്റ്റംബർ 14 വൈകുന്നേരം പമീല പാരൻസിനെ ഫോണിൽ വിളിച്ച് ശനിയാഴ്ച, അതായത് സെപ്റ്റംബർ 17 വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു. വീക്കെൻഡിൽ വീട്ടിലെത്തിയാൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, പാരൻസിനോടൊപ്പം സമയം ചിലവിടാനുള്ള ആഗ്രഹം, അങ്ങനെ നിരവധി കാര്യങ്ങൾ അമ്മയോട് വാതോരാതെ സംസാരിച്ചതിനു ശേഷമാണ് പമീല പിറ്റ്സ് അന്ന് ഫോൺ വെച്ചത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയായതും പാരൻസ് മകൾ വരുന്നതും കാത്തിരുന്നു. എന്നാൽ അവരാ ദിവസം മുഴുവൻ കാത്തിരുന്നിട്ടും പമീല വീട്ടിലെത്തിയില്ല. ഞായറാഴ്ചയും വരാതായതോടെ പമീല അവളുടെ പ്ലാൻ മാറ്റിക്കാണുമെന്ന് പാരൻസ് ചിന്തിച്ചു. കാരണം ഇതിനു മുൻപും നിരവധി തവണ ഒന്ന് ഫോൺ വിളിച്ച് പറയുക പോലും ചെയ്യാതെ പമീല വീട്ടിലേക്ക് വരുന്ന അവളുടെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ഇതും അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഞായറാഴ്ച രാത്രിയോടെ പമീലയുടെ റൂംമേറ്റായ ഷെല്ലി ഫോൺ വിളിച്ച് എപ്പോഴാണ് പമീല തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചതോടെയാണ് പാരൻസിന് അപകടം മണത്തത്. വെള്ളിയാഴ്ച രാത്രി ഒരു പാർട്ടിക്ക് പോയ പമീല പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നും അവൾ വീട്ടിൽ പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത് എന്നുമാണ് ഷെല്ലി പറഞ്ഞത്. ഒരുപക്ഷെ പാർട്ടി കഴിഞ്ഞ് പമീല ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷ പാരൻസിനുണ്ടായിരുന്നു. എന്നാൽ മൺഡേ മോർണിംഗ് പമീല റെസ്റ്റോറൻറ്റിൽ ജോലിക്കെത്തിയിട്ടില്ല എന്നുകൂടി മനസ്സിലായതോടെ പാരൻസ് പോലീസിൽ പരാതി നൽകി. ഇതോടെ പ്രസ്കോട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പമീല റെന്റിന് താമസിക്കുന്ന വീട്ടിൽ നിന്നുമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അവളുടെ പേഴ്സ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നു തുടങ്ങി എല്ലാ സ്വകാര്യ വസ്തുക്കളും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പോരാത്തതിന് അവളുടെ കാറും ആ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്നു. ഇതൊന്നും എടുക്കാതെ പമീല പുറത്തുപോയി എന്നുള്ളത് വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ അവളുടെ റൂംമേറ്റായ ഷെല്ലിയെ പോലീസ് ചോദ്യം ചെയ്തു. പാരൻസിനോട് പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച രാത്രി നഗരാതിർത്തിയിലുള്ള പ്രസ്കോട്ട് നാഷണൽ ഫോറസ്റ്റിനകത്ത് നടന്ന ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയ പമീല പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നും ഫ്രണ്ട്സിന്റെ കൂടെ പോയതിനാലാണ് അവൾ കാർ എടുക്കാതിരുന്നത് എന്നുമാണ് ഷെല്ലി പറയുന്നത്. അതുപോലെ ഷെല്ലി വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. അതായത് വീട്ടുവാടകയ്ക്കും മറ്റ് ചിലവുകൾക്കുമെല്ലാമുള്ള പണം ഷെല്ലിയും പമീലയും ഷെയർ ചെയ്യാറാണ് പതിവ്. അതിനുവേണ്ടി അവരൊരു ജോയിന്റ് അക്കൗണ്ടും എടുത്തിട്ടുണ്ട്. എന്നാൽ കാണാതാവുന്നതിന് മുൻപ് പമീല ആ അക്കൗണ്ടിൽ നിന്നും മുഴുവൻ പണവും പിൻവലിച്ചിരുന്നു. അതും ഷെല്ലിയോട് ഒരു വാക്കുപോലും പറയാതെ. ഇതോടെ പമീലയുടെ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കുമോ എന്നുള്ള സംശയം ബലപ്പെട്ടു. അതുപോലെ പമീല പാർട്ടിക്ക് പോയി എന്ന് പറയുന്ന പ്രസ്കോട്ട് നാഷണൽ ഫോറസ്റ്റിനകത്തുള്ള ആ സ്ഥലത്തെക്കുറിച്ച് നാട്ടുകാർക്ക് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ടീനേജുകാരും കോളേജ് സ്റ്റുഡൻസുമെല്ലാം പാരൻസ് അറിയാതെ മദ്യപിക്കാനും പാർട്ടി നടത്താനുമായി സ്ഥിരമായി എത്തുന്ന സ്പോട്ടാണത്. പലപ്പോഴും ആ പാർട്ടികൾ വലിയ വലിയ സംഘടനകളിലാണ് അവസാനിക്കാറുള്ളത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്നൊരു പ്രശ്നത്തിൽ ഒരു യുവാവ് കൊല ചെയ്യപ്പെട്ടിരുന്നു.
കൊന്നവനാണെങ്കിൽ 10 വർഷത്തെ ശിക്ഷ ലഭിച്ച് ജയിലിലുമാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പമീല പാർട്ടിക്കായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ആ പാർട്ടിയിൽ പങ്കെടുത്ത പമീലയുടെ എല്ലാ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു. പാർട്ടി ആരംഭിച്ച് കുറച്ചു നേരം കഴിഞ്ഞതും പമീല വനത്തിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടതായും അതിനുശേഷം അവൾ തിരിച്ചു വന്നിട്ടില്ല എന്നും ചിലർ മൊഴി നൽകി. അടുത്ത ദിവസം രാവിലെ തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പമീല തങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും അതിനാൽ അവൾ തിരിച്ചു പോയതായിരിക്കുമെന്ന് കരുതിയാണ് തങ്ങൾ കൂടുതൽ അന്വേഷണം നടത്താതിരുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. അന്വേഷണ സംഘം അവരുടെ മൊഴികളിൽ തൃപ്തരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വനപ്രദേശം മുഴുവനായും തിരച്ചിൽ നടത്താൻ അവർ തീരുമാനിച്ചു. പോലീസ് ഡോഗ്സിനെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും പമീലയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം പോലീസ് അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 13 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 29-നാണ് പമീലയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള നടുക്കുന്ന ആ സത്യം എല്ലാവരും അറിഞ്ഞത്. പ്രസ്കോട്ട് നാഷണൽ ഫോറസ്റ്റിൽ ആ പാർട്ടി നടക്കാറുള്ള സ്ഥലത്ത് നിന്നും അധികം ദൂരത്തല്ലാതെയുള്ള ഒരു കാട്ടുവഴിയിലൂടെ കുറച്ചുപേർ ട്രക്കിങ്ങിന് പോയ സമയത്താണ് അവരൊരു കാഴ്ച കണ്ടത്. വഴിയരികിലുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരത്തിനിടയിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ആ കാഴ്ച കണ്ട് പേടിച്ചു പോയ അവർ ഉടനടി ആ വനത്തിനകത്ത് നിന്നും പുറത്തു വരികയും ഏറ്റവും അടുത്തുള്ള പേ ഫോണിൽ നിന്നും പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. പ്രസ്കോട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഡെഡ് ബോഡി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ID കാർഡ് പോലുള്ള ഒന്നും മൃതദേഹത്തിനരികിലുണ്ടായിരുന്നില്ല. ഡെഡ് ബോഡി കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നുവെങ്കിലും നശിക്കാതിരുന്നത് ഒരേ ഒരു വസ്തുവാണ്, വിക്ടിമിന്റെ കയ്യിലുള്ള മെറ്റൽ ബ്രേസ്ലെറ്റ്. അതിൽ ഡാർക്ക് ഏഞ്ചൽ എന്ന് കൊത്തിവെച്ചിരുന്നു. കാണാതായ പമീല പിറ്റ്സിന് ഫ്രണ്ട്സിനിടയിലുണ്ടായിരുന്ന പേരാണ് ഡാർക്ക് ഏഞ്ചൽ. അതിനുശേഷം ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പമീല പിറ്റ്സ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് മരണകാരണം കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കണ്ടെത്തി. പമീല മരണപ്പെട്ടു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡെഡ് ബോഡി കത്തിച്ചിരിക്കുന്നത്. കുറ്റകൃത്യം നടന്നിരിക്കുന്ന രീതി പരിശോധിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതായത് അവരാദ്യം പമീലയെ കൊലപ്പെടുത്തുന്നു, പിന്നീട് ഡെഡ് ബോഡി കുറച്ചുകാലം, ഒരുപക്ഷെ 2 ആഴ്ചയോളം ഒളിപ്പിച്ചു വെച്ചതിനു ശേഷം കത്തിച്ച് വനത്തിനകത്തെ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. ഇതാണ് പോലീസ് നിഗമനം. കാരണം പമീല പാർട്ടി നടക്കുന്നതിനിടയിൽ വനത്തിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്ന് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയതിനു ശേഷം പോലീസ് ആ വനത്തിനകം മുഴുവൻ എന്തിന് ആ മാലിന്യ കൂമ്പാരത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയതാണ്. അപ്പോഴൊന്നും അവർക്ക് ഡെഡ് ബോഡി ലഭിച്ചിരുന്നില്ല. ഇതോടെയാണ് മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ഡെഡ് ബോഡി ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നത്. കൊലയാളികളെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംശയമുള്ളവരെയെല്ലാം ചോദ്യം ചെയ്യാൻ അവർ തീരുമാനിച്ചപ്പോൾ അതിൽ ആദ്യം ഇടമിടിച്ചത് പമീല പിറ്റ്സിന്റെ കാമുകൻ ബോബിയുടെ പേരാണ്. ബോബി പറഞ്ഞത് ഇങ്ങനെയാണ്: സെപ്റ്റംബർ 16 രാത്രിയിൽ നടന്ന പാർട്ടിയിൽ ഞാനും പമീലയ്ക്കൊപ്പം പങ്കെടുത്തിരുന്നു. എന്നാൽ എനിക്കന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നതിനാൽ കുറച്ചു നേരത്തിനകം ഞാൻ പമീലയോട് ബായ് പറഞ്ഞ് അവിടെ നിന്നും പോയി. പമീലയ്ക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുമെന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്. ഇതായിരുന്നു ബോബിയുടെ വെളിപ്പെടുത്തൽ. പോലീസ് ബോബി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ സെപ്റ്റംബർ 16 രാത്രി കൃത്യസമയത്ത് തന്നെ അദ്ദേഹം നൈറ്റ് ഷിഫ്റ്റിന് എത്തിയിരുന്നു എന്ന് മനസ്സിലായി. ഇതോടെ ബോബിയെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. അടുത്തതായി പമീലയുടെ റൂംമേറ്റ്സായ ഷെല്ലിയും ജെറമിയും സെപ്റ്റംബർ 16 രാത്രി എവിടെയായിരുന്നു എന്ന് പരിശോധിച്ചു. ജെറമി ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ പോയതിനു ശേഷം രാത്രി മുഴുവൻ സുഹൃത്തുക്കളോടൊപ്പമാണ് സമയം ചിലവഴിച്ചത് എന്ന് കണ്ടെത്തി. ഷെല്ലി ആണെങ്കിൽ ജോലി കഴിഞ്ഞതിനു ശേഷം കാമുകൻ റൈമണ്ടിനെ കാണാനാണ് പോയത്. അന്ന് പുലർച്ചെ 3 മണിവരെ അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഷെല്ലി വീട്ടിലെത്തിയത്. അപ്പോഴാണ് പാർട്ടിക്ക് പോയ പമീല തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത്. ഉറക്കം വരാത്തതിനാൽ ഷെല്ലി വീണ്ടും കാറെടുത്ത് പുറത്തേക്കിറങ്ങുകയും 7 മണിയോടെ തിരിച്ചു വരികയും ചെയ്തു. ഷെല്ലിയുടെ ഈ വെളിപ്പെടുത്തൽ പോലീസുകാരിൽ ഒത്തിരി സംശയങ്ങളുണ്ടാക്കി. അവരുടനെ റൈമണ്ടിനെ ചോദ്യം ചെയ്തു. എന്നാൽ ഷെല്ലിയും ഞാനും രാത്രി 11:30 തന്നെ പിരിഞ്ഞു എന്നാണ് റൈമണ്ട് പറഞ്ഞത്. ഷെല്ലി 3 മണി എന്നാണ് പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചപ്പോൾ 2 ആഴ്ച മുൻപ് നടന്ന സംഭവമായിരുന്നതിനാൽ ഞാൻ സമയം കൃത്യമായി ഓർക്കുന്നില്ല എന്നും പല ദിവസങ്ങളിലും ഞങ്ങൾ പുലർച്ചെ വരെ ഒരുമിച്ചിരിക്കാറുണ്ട് എന്നും അയാൾ പറഞ്ഞു. ഷെല്ലി പറഞ്ഞത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ റൈമണ്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നി തുടങ്ങിയതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. അവർ റൈമണ്ടിനെയും ഷെല്ലിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാവാൻ ആവശ്യപ്പെട്ടു.
പക്ഷേ നുണപരിശോധനയിൽ അവർ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞു. ഇതേസമയം ഷെല്ലിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് മറ്റൊരു വിവരം കൂടി ലഭിച്ചു. അതായത് കാണാതാവുന്നതിന് മുൻപ് സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പമീല ഷെല്ലിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വാടകയുടെ ഷെയർ നൽകാൻ ഞാൻ കഷ്ടപ്പെടുകയാണെന്നും പാരൻസിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെല്ലാമാണ് പമീല പറഞ്ഞത്. ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും തന്നോട് പറയാതെ പണം പിൻവലിച്ചത് ഇതിന് തെളിവാണെന്നും ഷെല്ലി വെളിപ്പെടുത്തി. ഒരുപക്ഷെ ഷെല്ലി പറയുന്നത് പോലെ സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കുമോ പമീലയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ കേസിൽ മറ്റൊരു ലീഡ് ലഭിച്ചത്. അതായത് അന്ന് രാത്രി നടന്ന പാർട്ടിക്കിടയിൽ വെച്ച് പമീലയും മെലിൻഡ എന്ന മറ്റൊരു പെൺകുട്ടിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. വഴക്കിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ലെങ്കിലും മെലിൻഡ പമീലയെ മർദ്ദിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടെ കാണാതായത്. ഇതോടെ പോലീസ് മെലിൻഡയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. വഴക്കിന്റെ കാരണം എന്താണെന്ന് പോലീസ് ചോദിച്ച സമയത്ത് അന്നത്തെ പാർട്ടിയിലെ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് മെലിൻഡ പറഞ്ഞത്. ഇതോടെ അന്ന് ആ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. അതിൽ 90% ആളുകളും മെലിൻഡയെ അന്ന് ആ പാർട്ടിക്കിടയിൽ കണ്ടതായി മൊഴി നൽകി. എന്നിട്ടും മെലിൻഡ അവളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. സിറ്റിയിലുള്ള ഒരു ഹോട്ടലിലാണ് താനെന്നുണ്ടായിരുന്നത് എന്നും ഒരു മ്യൂസിക് പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയാണ് താൻ അവിടെ എത്തിയത് എന്നുമാണ് മെലിൻഡ പറഞ്ഞത്. എന്നാൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടു. ഇതോടെ കള്ളസാക്ഷ്യം പറഞ്ഞതിന് മെലിൻഡ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പമീലയുടെ കൊലപാതകത്തിൽ മെലിൻഡയുടെ പങ്ക് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് 10 മാസങ്ങൾക്കുള്ളിൽ മെലിൻഡ ജയിൽ മോചിതയായി. വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജയിലിൽ നിന്നും പുറത്തു വന്നയുടനെ മെലിൻഡ അരിസോണ സ്റ്റേറ്റിൽ നിന്നും തന്നെ താമസം മാറ്റി. പിന്നീട് അവൾ തിരിച്ചു വന്നിട്ടില്ല. കേസിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഈ കൊലപാതകം നടന്ന് 3ാമത്തെ വർഷം ദുരൂഹമായ മറ്റൊരു സംഭവം നടന്നു. 1991 മെയ് 25 പ്രസ്കോട്ടിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു ഖനി സന്ദർശിക്കാനായി പോയതായിരുന്നു. അവരവിടെ കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അഴുകിയ നിലയിലുള്ള ഒരു പുരുഷന്റെ ഡെഡ് ബോഡിയായിരുന്നു അവരവിടെ കണ്ടത്. ഈ വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഡെഡ് ബോഡിക്ക് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. തലയ്ക്ക് വെടിയേറ്റിട്ടാണ് അയാൾ മരിച്ചിരിക്കുന്നത്. നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്നുള്ളതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. എന്നാൽ കൊല ചെയ്യപ്പെട്ട വ്യക്തി ആരാണെന്നറിഞ്ഞപ്പോഴാണ് പോലീസ് ശരിക്കും ഞെട്ടിയത്. റൈമണ്ട് ക്ലർക്കാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഷെല്ലിയുടെ ബോയ്ഫ്രണ്ട്. പമീല കേസിൽ റൈമണ്ടിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണിപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇത് യാദൃച്ഛികമായി നടന്ന സംഭവമല്ല എന്നും പമീല മർഡർ കേസുമായി ഇതിനെന്തോ ബന്ധമുണ്ട് എന്നും പോലീസ് ചിന്തിക്കുന്നു. റൈമണ്ടിന്റെ പാരൻസിൽ നിന്നുമാണ് പോലീസ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 1-2 ആഴ്ചയായി തങ്ങൾ റൈമണ്ടിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നതേ ഉണ്ടായിരുന്നില്ല. കാര്യമറിയാനായി ഷെല്ലിയെ വിളിച്ചപ്പോൾ റൈമണ്ട് എന്തോ അത്യാവശ്യ കാര്യത്തിനായി സിറ്റി വിട്ട് പുറത്തു പോയതാണ് എന്നും ഇത്ര ദിവസമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല എന്നുമാണ് പറഞ്ഞത് എന്നാണ് റൈമണ്ടിന്റെ പാരൻസ് പോലീസുകാരോട് പറഞ്ഞത്. അന്വേഷണ സംഘം ഉടനടി ഷെല്ലിയെ ചോദ്യം ചെയ്യാനായി അവളുടെ വീട്ടിലെത്തി. റൈമണ്ട് എവിടേക്കാണ് പോയത് എന്ന് തനിക്കറിയില്ല എന്നും മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും ആശങ്കയിലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മരണവാർത്ത എന്നെ ശരിക്കും തളർത്തിക്കളഞ്ഞു എന്നുമാണ് ഷെല്ലി പറഞ്ഞത്. പക്ഷേ ഷെല്ലിയുടെ വാക്കുകളിൽ ഒരു നാടകീയത ഫീൽ ചെയ്തു. റൈമണ്ട് കൊല ചെയ്യപ്പെട്ടതിൽ അവൾക്കത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ ആ വീടും പരിസരവുമെല്ലാം ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ഗാരേജിലേക്ക് നീളുന്ന ഉണങ്ങിയ രക്തക്കറ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ആ ഗാരേജിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഷെല്ലിയുടെ കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാറിനടുത്തെത്തിയപ്പോൾ രൂക്ഷമായൊരു ഗന്ധം കാരണം പോലീസുകാർ മൂക്ക് പൊത്തിപ്പോയി. ഡെഡ് ബോഡി അഴുകിയതുപോലുള്ള മണമായിരുന്നു അത്. ആ കാർ പരിശോധിച്ച സമയത്ത് അതിന്റെ ട്രങ്കിനകത്ത് ധാരാളം ചോരക്കറയുണ്ടായിരുന്നു. മാത്രമല്ല ആ കാറിനകത്ത് നിന്നും ഒരു തോക്കും ലഭിച്ചു. പിന്നീട് നടന്ന പരിശോധനകളിൽ ആ കാറിന്റെ ട്രങ്കിനകത്തുണ്ടായിരുന്ന ചോര റൈമണ്ടിനെയാണെന്നും റൈമണ്ടിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് തന്നെയാണ് ഷെല്ലിയുടെ കാറിനകത്ത് നിന്നും ലഭിച്ചത് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു. അതായത് റൈമണ്ടിന്റെ കൊലയാളി ഷെല്ലിയാണ്. ഉടനടി ഷെല്ലി അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ള മൊഴിയിൽ ഷെല്ലി ഉറച്ചു നിന്നെങ്കിലും തെളിവുകളെല്ലാം അവൾക്കെതിരായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് നിന്നും ഒരു പിക്കപ്പ് ട്രക്കിന്റെ ടയർ മാർക്ക് ലഭിച്ചിരുന്നു. പോലീസ് ആ ട്രക്ക് കണ്ടെത്തി. അത് ഷെല്ലിയുടെ ഒരു സുഹൃത്തിന്റെ പിക്കപ്പ് ട്രക്കാണെന്നും ഷെല്ലി ആ ട്രക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചിരുന്നു എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു. അതുപോലെ റൈമണ്ടിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഒരു ടോർച്ച് ലഭിച്ചിരുന്നു. അതിൽ മുഴുവൻ ഷെല്ലിയുടെ ഫിംഗർ പ്രിന്റ്സ് ആയിരുന്നു.
തനിക്കെതിരെ ഇത്രയും തെളിവുകൾ കണ്ടെത്തിയെന്നറിഞ്ഞിട്ടും ഷെല്ലി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല. ഒടുവിൽ കേസ് കോടതിയിലെത്തി. 2 വർഷത്തോളം വിചാരണ നടപടികൾ നീണ്ടുപോയി. ഇതിനിടയിൽ വേറെ നിവർത്തിയില്ലാതെ വന്നതോടെ ഷെല്ലി കുറ്റസമ്മതം നടത്തി. അവളുടെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഷെല്ലിയും റൈമണ്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു. ഇതിനിടയിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനുള്ള ട്രെയിനിങ് പൂർത്തിയാക്കിയ റൈമണ്ട് ക്ലാർക്കിന് വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിച്ചു. ഇതോടെ കാലിഫോർണിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഷെല്ലിയെ കൂടെ കൊണ്ടുപോവാൻ റൈമണ്ടിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. രണ്ടാളും കൂടി പുറത്തുപോയൊരു ദിവസം റൈമണ്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞതോടെ ഷെല്ലിയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. തന്നെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനാണ് റൈമണ്ടിന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയതോടെ കാറിനകത്തുണ്ടായിരുന്ന തോക്കെടുത്ത് ഷെല്ലി അവന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്തു. തൽക്ഷണം റൈമണ്ട് മരിച്ചു വീണു. അതിനുശേഷം ഞാൻ അവന്റെ ഡെഡ് ബോഡി അടുത്തുള്ള കോറിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഷെല്ലിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത്. എന്നാൽ ഷെല്ലി വെളിപ്പെടുത്തിയ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട്. രണ്ടാളും ഒരുമിച്ച് പുറത്തുപോയപ്പോൾ ഈ കൊലപാതകം നടന്നു എന്നാണ് ഷെല്ലിയുടെ വെളിപ്പെടുത്തൽ. ഷെല്ലിയുടെ വീടിനകത്ത് വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നും ഡെഡ് ബോഡി അഴുകുന്നതുവരെ സ്വന്തം കാറിന്റെ ട്രങ്കിനകത്ത് സൂക്ഷിച്ചതിനു ശേഷം ഡെഡ് ബോഡി ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം സുഹൃത്തിന്റെ പിക്കപ്പ് ട്രക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഷെല്ലിക്ക് തനിയെ ഈ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല എന്നും അവളെ ആരോ സഹായിച്ചിട്ടുണ്ട് എന്നും പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അവൾ മറ്റാരുടെയും പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. എന്തൊക്കെയാണെങ്കിലും റൈമണ്ട് ക്ലാർക്കിനെ കൊലപ്പെടുത്തിയത് ഷെല്ലിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ ഷെല്ലിക്ക് 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ലഭിച്ചത്. അപ്പോഴും പമീലയുടെ കൊലപാതകം തെളിയിക്കപ്പെടാതെ തന്നെ തുടർന്നു. അതിൽ ഷെല്ലിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഷെല്ലി ജയിലിലായതിനു ശേഷം റൈമണ്ടിന്റെ അച്ഛൻ പമീലയുടെ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവളുടെ കൊലപാതകം തെളിയിക്കാൻ സഹായകമാകുന്ന ഏതൊരു ഇൻഫർമേഷനും $10,000 റിവാർഡ് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കുറ്റകൃത്യം മറച്ചുവെക്കാൻ സഹായിച്ച ആരെങ്കിലും മുന്നോട്ട് വന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് പൂർണ്ണ പരിരക്ഷ നൽകുമെന്ന് പോലീസും വാഗ്ദാനം ചെയ്തു. എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞ് ഒരാൾ പോലും രംഗത്ത് വന്നില്ല. ഇതോടെ പമീലയുടെ കൊലപാതകം ഒരു കോൾഡ് കേസായി മാറി. 20 വർഷങ്ങൾക്ക് ശേഷം 2011 ഷെല്ലി ജയിൽ മോചിതയായി. അവൾ നെവാഡയിലെ ഒരു ചെറിയ സിറ്റിയിലേക്ക് താമസം മാറ്റി. അക്കൗണ്ടന്റായി ജോലി നേടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. പതിയെ ഷെല്ലി സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. ഇതേ സമയം തന്നെയാണ് പമീല പിറ്റ്സിന്റെ കേസ് അന്വേഷണം പുതിയൊരു ഡിറ്റക്റ്റീവ് ഏറ്റെടുത്തത്. അദ്ദേഹം ഈ കേസ് വിശദമായി പഠിച്ചു. സാക്ഷിമൊഴികൾ ഓരോന്നായി വളരെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. കില്ലർ മറ്റാരുമല്ല, ഷെല്ലി തന്നെയാണ്. പമീല മിസ്സിംഗ് ആയ ദിവസം ഷെല്ലി അവളെ അന്വേഷിച്ച് സിറ്റി മുഴുവൻ കറങ്ങി നടന്നതായി കണ്ടു എന്ന് പറഞ്ഞ് പലരും മൊഴി നൽകിയിട്ടുണ്ട്. ദേഷ്യത്തിലായിരുന്ന ഷെല്ലി താൻ പമീലയെ കൊലപ്പെടുത്താൻ പോവുകയാണെന്നും തെളിവ് നശിപ്പിക്കാനും കേസിൽ നിന്നും ഊരി വരാനുമുള്ള എല്ലാ വഴികളും തനിക്കറിയാമെന്നും അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കാത്തതിനാലാണ് അന്ന് പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കാതിരുന്നത്. ഇതോടെ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ഷെല്ലിയെ കൊടുക്കുന്നതിനുള്ള വഴികൾ ആലോചിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷെല്ലി ശിക്ഷയനുഭവിച്ച ജയിലിലെത്തിപ്പെട്ടത്. അമേരിക്കയിലെ മിക്ക ജയിലുകളിലും തടവുകാരുടെ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതിനാൽ ഈ 20 വർഷ കാലയളവിൽ ഷെല്ലി ചെയ്ത ഓരോ കോളുകളും പരിശോധിക്കാനാണ് അദ്ദേഹം ആ ജയിലിലെത്തിയത്. ആ കോൾ റെക്കോർഡിംഗ്സിൽ നിന്നും പമീലയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഊഹം തെറ്റിയില്ല. ഒരു ദിവസം ഷെല്ലി അവളുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഷെല്ലിയോടൊരു കാര്യം ചോദിച്ചു. റൈമണ്ടിന്റെ കേസിലല്ലാതെ മറ്റേതെങ്കിലും കേസിൽ നീ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ആശങ്കയുണ്ടോ എന്നാണ് അച്ഛൻ ഷെല്ലിയോട് ചോദിച്ചത്. പമീല മർഡർ കേസിനെ കുറിച്ചാണ് താൻ ഉദ്ദേശിച്ചത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതിന് ഷെല്ലി കുറച്ചുനേരം മിണ്ടാതിരുന്നതിനു ശേഷം ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടേക്കാമെന്ന് മാത്രം മറുപടി പറഞ്ഞ് മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ഒരിക്കലും ഷെല്ലി പമീല മർഡർ കേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഷെല്ലിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ആ കോൾ റെക്കോർഡിംഗ്സ് ധാരാളമായിരുന്നു. കോടതിയിൽ നിന്നും അനുമതി വാങ്ങിയ പോലീസ് 2017 ജൂൺ 4 ഷെല്ലിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഷെല്ലി അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ തന്നെ പ്രതിഭാഗം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. പമീല മർഡർ കേസുമായി ഷെല്ലിക്ക് ഒരു ബന്ധവുമില്ല എന്നും അവൾക്കെതിരെ ഇന്നേ വരെ ഒരു ഡയറക്റ്റ് എവിഡൻസ് പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ റൈമണ്ടിന്റെ കേസും പമീലയുടെ കേസും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ഇരുവരും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണാതാവുകയും പിന്നീട് കൊല ചെയ്യപ്പെടുകയും ചെയ്തവരാണ്. രണ്ടുപേരും ഷെല്ലിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു.
അതിനാൽ പമീലയുടെ കൊലപാതകത്തിലും ഷെല്ലിക്ക് പങ്കുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ കാമുകനെ കൊന്നതുകൊണ്ട് മാത്രം ഷെല്ലിയാണ് പമീലയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാനാവില്ല. അതിന് വ്യക്തമായ തെളിവുകളില്ല. എന്തിന് പമീലയുടെ മരണകാരണം പോലും മെഡിക്കൽ എക്സാമിനറിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കേസിലെ പ്രധാന സാക്ഷികളിൽ പലരും മരിച്ചുപോയി. മറ്റുള്ള പലർക്കും 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ദുർബലമായി. കേസ് വീണ്ടും കോടതിയിലെത്തിയാൽ തള്ളിപ്പോവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ടീം വിവാദപരമായ ഒരു തീരുമാനമെടുത്തു. ഷെല്ലിക്ക് പ്ലീ ഡീൽ ഓഫർ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് കുറ്റസമ്മത കരാർ. പ്ലീ ഡീൽ അഥവാ കുറ്റസമ്മത കരാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഒരു ക്രിമിനൽ കേസിൽ പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റാണിത്. അതായത് ഷെല്ലിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കരുതാം. പോലീസിനാണെങ്കിൽ തെളിവുകളൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആകെയുള്ളത് കുറച്ച് സാഹചര്യ തെളിവുകളാണ്. അതുമായി കോടതിയിലെത്തിയാൽ കേസ് തള്ളിപ്പോവും. അതിനാൽ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ ലഭിക്കാതെ പ്രോസിക്യൂഷൻ വിചാരണയ്ക്ക് തയ്യാറാവില്ല. സ്വാഭാവികമായും കേസ് നീണ്ടുപോകും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ വരികയും ഇനി പ്രതി കുറ്റസമ്മതം നടത്തിയാലല്ലാതെ കേസ് സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിത്തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് പ്രോസിക്യൂഷൻ പ്ലീ ഡീൽ ഓഫർ ചെയ്യുന്നത്. പ്രതി കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് ചെയ്യാമെന്നതായിരിക്കും പ്ലീ ഡീലിലെ പ്രധാന ഓഫർ. അതായത് വധശിക്ഷ ലഭിക്കേണ്ട കേസാണെങ്കിൽ ജീവപര്യന്തമാക്കാം, ജീവപര്യന്തമാണെങ്കിൽ ശിക്ഷാ കാലയളവ് കുറയ്ക്കാം എന്നിങ്ങനെയുള്ള ഓഫറുകളാവും പ്ലീ ഡീലിലുണ്ടാവുക. ഇനി പ്രതി പ്ലീ ഡീൽ സ്വീകരിച്ചില്ലെങ്കിൽ കേസ് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം അവർക്ക് സ്വതന്ത്രമായി നടക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് പോലീസ് തെളിവുകൾ കണ്ടെത്തി കേസ് തെളിയിച്ചാൽ പരമാവധി ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പേടിയുള്ള പ്രതികൾ പ്ലീ ഡീൽ സ്വീകരിക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഷെല്ലി പ്ലീ ഡീൽ സ്വീകരിച്ചു. റയമണ്ടിനെ കൊന്ന കേസിൽ ഷെല്ലി അനുഭവിച്ച ശിക്ഷ പമീല കേസിലെ ശിക്ഷയായും പരിഗണിക്കാമെന്നതായിരുന്നു പ്ലീ ഡീലിൽ പറഞ്ഞിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷെല്ലി കുറ്റസമ്മതം നടത്തിയാൽ മാത്രം മതി, ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല. 2021 മാർച്ച് മാസത്തിലാണ് ഷെല്ലി പ്ലീ ഡീൽ സ്വീകരിച്ച് കുറ്റസമ്മതം നടത്തിയത്. ഷെല്ലിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പമീലയും ഷെല്ലിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് അവരൊരുമിച്ച് ഒരു വീട് റെന്റിനെടുത്ത് താമസിക്കാൻ തീരുമാനിച്ചത്. രണ്ടുപേരുടെയും കയ്യിൽ അത്ര പണമൊന്നുമില്ല. എല്ലാ മാസവും വീട്ടുവാടകയ്ക്ക് തന്നെ അവർ കഷ്ടപ്പെട്ടു. അതിനാൽ ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം സേവ് ചെയ്യാനായി അവരൊരു ജോയിന്റ് അക്കൗണ്ട് എടുത്തു. വാടക ഷെയർ ചെയ്യാനായി മൂന്നാമതൊരാളെ കൂടി ഒപ്പം കൂട്ടി. അങ്ങനെയാണ് ജെറമി അവരോടൊപ്പം താമസമാക്കിയത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ജെറമി താമസം മാറ്റാൻ തീരുമാനിച്ചു. ഇതോടെ വീണ്ടും വാടക വിഹിതം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ പമീലയും അവളുടെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു. പമീലയുടെ ഈ തീരുമാനം ഷെല്ലിക്ക് മാനസിക വിഷമമുണ്ടാക്കി. പാരന്റ്സുമായി പിണങ്ങി തനിച്ചു താമസിക്കുന്ന ഷെല്ലിക്ക് എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാത്ത സാഹചര്യമായി. പമീലയില്ലാതെ നിലവിൽ താമസിക്കുന്ന വീടിന് ഒറ്റയ്ക്ക് വാടക കൊടുക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് പമീല ജോയിന്റ് അക്കൗണ്ടിലെ പണം മുഴുവനും പിൻവലിച്ചു എന്നുള്ള കാര്യം ഷെല്ലിക്ക് മനസ്സിലായത്. ഷെല്ലിയുടെ പണവും അതിലുണ്ടായിരുന്നു. ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നുമുണ്ടായ വഞ്ചന സഹിക്കാൻ കഴിയാതെ വന്നതോടെ ഷെല്ലിയുടെ സകല നിയന്ത്രണവും തെറ്റി. അവൾ കാറെടുത്ത് പമീലയെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഷെല്ലി പമീലയെ കണ്ടെത്തി. അത്യാവശ്യകാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ ഷെല്ലി പമീലയെ മാറ്റി നിർത്തുകയും തുടർന്ന് നടന്ന തർക്കത്തിനൊടുവിൽ താൻ പമീലയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് ഷെല്ലിയുടെ വെളിപ്പെടുത്തൽ. പ്ലീ ഡീൽ പ്രകാരം കുറ്റസമ്മതം നടത്തിയാൽ മതിയെന്നാണ്. എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും വിവരിക്കണമെന്നില്ല. ഇവിടെ ഷെല്ലി അവളുടെ ഭാഗം ന്യായീകരിക്കുന്നതിനായി എന്തിനു കൊന്നു എന്ന് തുറന്നു പറഞ്ഞെങ്കിലും എങ്ങനെയാണ് കൊന്നത് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. പക്ഷേ പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഷെല്ലി ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്തത് എന്നാണ്. അവളെ ആരോ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കൊലപാതകത്തിന്റെ മോട്ടീവും ഷെല്ലി പറഞ്ഞതാവണമെന്നില്ല. റയമണ്ടിന്റെയും പമീലയുടെയും കൊലപാതകങ്ങളുടെ കാരണം ഒന്നാണെന്നും പലരും വിശ്വസിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഷെല്ലി ഇന്ന് സ്വതന്ത്രയാണ്. നെവാഡയിൽ അവളൊരു പുതുജീവിതം ആരംഭിച്ചിരിക്കുന്നു. പ്രതിക്ക് പ്ലീ ഡീൽ ഓഫർ ചെയ്തതിൽ പമീലയുടെ പാരന്റ്സിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും കേസ് സോൾവ് ചെയ്യാൻ മറ്റു മാർഗമില്ല എന്ന് കണ്ട് അവർ സമ്മതമറിയിക്കുകയായിരുന്നു. ഒടുവിൽ കൊലപാതകം നടന്ന് നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷം പമീല പിറ്റ്സ് മർഡർ കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായി. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.